എല്ലാവർക്കും പവിത്രത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. വിക്രത്തിന്റെയും വേദയുടെയും കല്യാണത്തിന്റെ തലേ ദിവസമാണ്. മഞ്ഞൾ കല്യാണമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ടേ, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ പന്തൽ കെട്ടുക, കുറച്ച് ആൾക്കാർക്ക് സദ്യ കൊടുക്കുക, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ആഘോഷം നടത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ വീടൊന്നും പണയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ സ്വർണ്ണാഭരണം കൊണ്ട് മൂടുക, ചെറുക്കൻ്റെ പേരിൽ കാറും കാശും ഒക്കെ കൊടുക്കുക. ഈ ഏർപ്പാട് എന്ന് നിർത്തുന്നോ അന്നേ നമ്മളുടെ നാട് നന്നാവുള്ളൂ എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദിനിക്ക് രോമാഞ്ചം വന്നിട്ട് അവിടെ നിന്ന് കൈയടിക്കുകയാണ്. ഇത്രയും കേട്ടപ്പോഴേ നിനക്ക് രോമാഞ്ചം വരുന്നുണ്ടല്ലേ നന്ദിനി? എന്നാൽ ഞാൻ ഇനി വേദമോൾക്ക് കൊടുക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൂടെ കണ്ടു കഴിഞ്ഞാലേ നിനക്ക് നല്ലപോലെ കുളിര് പോരുമെന്ന് പറയാം. അങ്ങനെ നമ്മുടെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ഇടാനുള്ള സാരിയും അതുപോലെ കല്യാണത്തിന് അണിയാനുള്ള കുറച്ച് സ്വർണ്ണാഭരണങ്ങളും മഞ്ഞൾ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ സമ്മാനമായിട്ട് നമ്മളുടെ വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ അസൂയയും കുശുമ്പും കൊണ്ട് നിൽക്കാനേ വയ്യ. അപ്പോൾ നന്ദിനി ചോദിക്കുക, അച്ഛമ്മയല്ലേ കുറച്ചു നേരം മുന്നേ പറഞ്ഞത് പെണ്ണിനെ സ്വർണ്ണാഭരണം കൊണ്ട് മൂടാൻ പാടില്ല എന്ന്? നന്ദിനി, 4 വളയും 2 മാലയും ഇട്ട് കഴിഞ്ഞാലേ അത് ആർഭാടമൊന്നും ആവില്ല. പിന്നെ ഞാനിത് സന്തോഷത്തോടെ വേദമോൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ്, അതിനൊരു പ്രശ്നവും ഇല്ല എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ വിക്രം ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ നിന്റെ അച്ഛമ്മയുടെ ഏർപ്പാടാടാ, ഇനി ഒരു ഡാൻസ് ടീമും കൂടി ഇങ്ങോട്ടേക്ക് വരാനുണ്ടെന്ന് ചേട്ടന്മാർ പറയാം. എന്നിട്ട് നമ്മുടെ വിശ്വനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന് കല്യാണത്തിനും മഞ്ഞൾ കല്യാണത്തിനും ഒക്കെ ഇടാനുള്ള ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് നീ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വരാനൊക്കെ പറയാം. അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ വിക്രത്തിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മഞ്ഞൾ കല്യാണത്തിന് വേണ്ടി ശ്രീജ വേദന ഒരുക്കുവാണ്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഈ നെക്ലസ് ഒന്നും വേണ്ട ശ്രീജയെടുത്ത്, ഇതൊക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ട്. നിനക്ക് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇടണ്ട, നീ തന്നെ ഇതെല്ലാം പറയുകയും ചെയ്യും, എന്നിട്ട് എല്ലാം വലിച്ചുവാരി ഇടുകയും ചെയ്യും. ഇതാണ് നിന്റെ ഇരട്ടത്താപ്പെന്ന്. നന്ദിനിയെടുത്ത്, എനിക്കിങ്ങനെ ആഭരണങ്ങളൊന്നും ഇടുന്നത് ഇഷ്ടമല്ല, പിന്നെ അച്ചമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇപ്പോൾ അണിയുന്നത്. നന്ദിനിയെടുത്തേക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ ഈ ചടങ്ങ് കഴിയുന്ന സമയത്ത് ഞാനിതങ്ങ് നന്ദിനിയെടുത്തേക്ക് തന്നേക്കാം. എനിക്കിഷ്ടത്തിന് കുറവൊന്നുമില്ല, പക്ഷെ നീ എനിക്ക് മാത്രം തരുമ്പോൾ ശ്രീജയടത്തേക്ക് എന്ത് തോന്നും? എനിക്കൊന്നും തോന്നില്ല നന്ദിനി, വേദം നിനക്ക് സന്തോഷത്തോടെ തരുവാണെന്നുണ്ടെങ്കിലേ നീ അത് മേടിച്ചോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് വന്നിട്ട് നമ്മുടെ കമലാമ്മ നന്ദിനിയടുത്ത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ നിന്റെ സ്വർണ്ണം എല്ലാം കൊണ്ടുപോയിട്ട് ലോക്കറിൽ വെച്ചിരിക്കുന്നത്? ഞാനോ അച്ഛനോ അത് പണയം വെക്കാൻ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ അത് കൊണ്ടുവന്ന് ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുന്നത്? ഏയ് അമ്മ, അങ്ങനൊന്നും അല്ല, അച്ഛൻ അങ്ങനത്തെ ആളൊന്നും അല്ല എന്ന് എനിക്കറിയാം. ബാങ്കിലാവുമ്പോൾ അത് സേഫായിട്ട് അങ്ങ് ഇരിക്കില്ലേ? അതെന്താ നന്ദിനി, നമ്മുടെ അലമാരയുടെ ലോക്കർ സേഫ് അല്ലേ? അപ്പോഴേ നിനക്ക് സേഫായിട്ട് ലോക്കറിൽ ആഭരണങ്ങൾ വെക്കാൻ അറിയാമെങ്കിലേ അമ്മ കൊടുത്ത ആഭരണങ്ങൾ സൂക്ഷിക്കാൻ വേദമോക്കും അറിയാം, അത് അവള് തന്നെ അങ്ങ് സൂക്ഷിച്ചോളൂ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അച്ഛമ്മ അവിടെ നിന്ന് വരുന്നുണ്ടേ. കമലേ, എന്താ അവിടെ പ്രശ്നം? എന്താ ഇപ്പോൾ ലോക്കറിൽ വെക്കാൻ പോകുന്നത്? അതമ്മേ, നമ്മളുടെ വേദമോളാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ആഭരണങ്ങളൊന്നും ഉപയോഗിക്കില്ലാന്നേ. എന്നാൽ പിന്നെ അത് നന്ദിനിയടുത്തേക്ക് കൊടുത്തേക്കാന്ന് വേദ അങ്ങ് പറഞ്ഞു അത്രേ. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ടേ, വേദമോളെ, നീ എൻ്റെ സ്നേഹമുള്ള മുഖയെ കണ്ടിട്ടുള്ളൂ, എനിക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട് കേട്ടോ. ഈ നന്ദിനിയുടെ സ്വഭാവമാണെന്നുണ്ടെങ്കിലേ കൈക്കോട്ട് പോലെയാണ്, എവിടെ കുഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. നന്ദിനിയും ശ്രീജയും ഈ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്നപ്പോഴേ ഇതുപോലെ ഞാൻ അവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തതാണ്. ശ്രീജയുടെ ഭർത്താവ് അത് കൊണ്ടുപോയി വിറ്റ് തൊലച്ചു, പിന്നെ ഇവളാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി ലോക്കറിൽ വെച്ചിട്ടും ഉണ്ട്. ദേ അച്ഛമ്മേ, എനിക്ക് കൈക്കോട്ടിന്റെ സ്വഭാവമൊന്നും അല്ല കേട്ടോ. കുഴിയിൽ നിന്ന് മണ്ണ് കോരാൻ മാത്രമല്ല, ആ മണ്ണ് കുഴിയിലേക്ക് ഇടാനും എനിക്കറിയാന്ന് പറയാം. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ടേ, നീ ഈ വീട്ടിലെ ആർക്കും ഒന്നും കോരി കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നന്ദിനിന്ന്. അല്ലെങ്കിലും എല്ലാവർക്കും എന്നെ തെറ്റുകാരിയാക്കാനല്ലേ ഇഷ്ടം. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, നന്ദിനി നീ ഒന്ന് പെതുക്കെ പറ, ഇവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം വന്നിട്ടില്ല. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ വീട്ടുകാരെ വിളിക്കാനേ ഇവിടെ എല്ലാവരും മറന്നുപോയി എന്ന് പറയാം. അപ്പോഴേക്കും നമ്മളുടെ കമലാമ്മ പറയുന്നുണ്ട്, നന്ദിനി നീ ആ വർത്താനം പറയരുത്. കുറേ നാളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരുടെ കല്യാണം പോയി വിളിച്ചു കഴിഞ്ഞാലേ അത് നാണക്കേടാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്റെ വീട്ടുകാരെ വിളിക്കാഞ്ഞത്? ശരി, ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത് നേരാ. എന്നാൽ പിന്നെ ശ്രീജടത്തിയുടെ വീട്ടുകാരെ എന്താ വിളിക്കാഞ്ഞത്? നന്ദിനി, നീ എന്നെ വെറുതെ കൂട്ടുപിടിക്കണ്ട. ഇത് വേദയുടെ വീട്ടുകാരെ നടത്തുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ അല്ലേ, അതിലേക്ക് ഇനിയിപ്പോൾ അവരെ വിളിക്കണ്ടെന്ന് ഞാൻ തന്നെ അമ്മയടുത്ത് പറഞ്ഞത്. അപ്പോഴേക്കും കമലാമ്മയും പറയുന്നുണ്ട്, അതെ, ഇതൊരു ചെറിയ ഫംഗ്ഷനായിട്ട് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. പിന്നെ ഇത് ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ ആക്കി മാറ്റിയത് അച്ഛമ്മ തന്നെയാണ്. അതെ, സുധാകരന് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും ഇത്രയും നല്ല രീതിയിൽ ഈ ആഘോഷമൊക്കെ നടത്താൻ തീരുമാനിച്ചതേ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചടങ്ങുകളെല്ലാം നടക്കുമെന്ന് ഇങ്ങനെ നന്ദിനിയടുത്ത് പറയാണ്. പിന്നീട് എല്ലാവരും കൂടി മഞ്ഞൾ കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്ന പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷപൂർവ്വം തന്നെ അതങ്ങ് നടത്തുകയാണ്. പക്ഷെ നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗൗരവത്തിലാണ് അതിലൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ മഞ്ഞൾ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛമ്മയും അമ്മയും കൂടെ ചേർന്നിട്ട് നമ്മളുടെ വേദേനെ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട്, ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമല്ലേ? അതെ, ഇന്ന് മോൾ ഇവിടെയാണ് കിടക്കുന്നത്, ഇന്ന് ഹോളിൽ കിടക്കാൻ പാടില്ല. അച്ഛൻ തന്നെയാണ് പറഞ്ഞത് മോൾ ഇന്ന് ഇവിടെ കിടന്നാൽ മതിയെന്ന്.
പിന്നീട് നമ്മുടെ മാഷും കമലാമ്മയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ മാഷ് കമലാമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കമലെ ആ കുട്ടി എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? നാളെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും ബന്ധുക്കളും എല്ലാവരും എത്തില്ലേ? നാളത്തെ ഈ ചടങ്ങ് നല്ല രീതിയിൽ നടക്കുമെന്ന് നിനക്ക് ഉറപ്പാണല്ലോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ കമലാമ്മയുടെ അടുത്ത് ചോദിക്കുവാണേ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ മാഷിന് ഇപ്പോഴും സംശയമാണോ? നാളത്തെ ചടങ്ങെല്ലാം ഗംഭീരമായിട്ട് തന്നെ നടക്കും മാഷേ. എനിക്ക് ആ കുട്ടീനെ അല്ലടോ പേടി, നമ്മളുടെ മകനെ തന്നെയാണ് എനിക്ക് പേടി. പിന്നെ ആ കുട്ടിയടുത്ത് പറയണം ഇന്ന് ഹോളിൽ കിടക്കണ്ട, അവളെ ഇന്ന് നമ്മളുടെ മുറിയിൽ കിടത്തിയാൽ മതി, ഇന്ന് എന്തായാലും അവളുടെ ദിവസം തന്നെയല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ഇത്രയും നാൾ മാഷ് അങ്ങനെയൊന്നും വേദയെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല, അവളെ ഉള്ളുകൊണ്ട് അംഗീകരിച്ചിട്ടുമില്ലായിരുന്നു. എന്നാൽ ഇപ്പം മാഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട് കമലാമ്മയുടെ. കമലെ നാളത്തെ ചടങ്ങ് കഴിയുമ്പോൾ ആ കുട്ടിയടുത്ത് പറയണം, ഇനി എന്നെ മാഷിയെന്ന് വിളിക്കരുത്, ശ്രീജയും നന്ദിനിയും വിളിക്കുന്ന പോലെ അച്ചാന്ന് തന്നെ വിളിക്കണമെന്ന്. അങ്ങനെ ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ കമലാമ്മ അങ്ങനെ പോവുകയാണ്. എന്നിട്ട് കമലാമ്മ ഇതെല്ലാം വേദയെടുത്തും പറയുന്നുണ്ട്. വേദയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, അച്ഛൻ എന്നെ അംഗീകരിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് വേദയുടെ മുഖത്ത്. മോളെ, എൻ്റെ സുധാകരൻ എല്ലാവരോടും ദേഷ്യവും വാശിയൊക്കെ ഉണ്ടാവും, എന്നാലും അവൻ ആരെയും വെറുക്കില്ല, അവൻ്റെ മനസ്സ് നല്ലതാ, അവൻ്റെ മനസ്സ് കലങ്ങി തെളിഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിയും. അങ്ങനെ നമ്മുടെ കമലാമ്മയാണെന്നുണ്ടെങ്കിൽ വേദയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാഷാണെന്നുണ്ടെങ്കിൽ ഉമ്മറത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ മനസ്സിൽ എന്താ കിടന്ന് നീറുന്നതെന്നുള്ളത് എനിക്കറിയാം മോനെ. വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് ആ കുട്ടി വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം കൂടി നശിച്ചു പോകുമെന്നല്ലേ നീ ആലോചിക്കുന്നത്? എന്നാൽ അത് തിരിച്ചും സംഭവിച്ചൂടെ? വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകുമെന്ന് ആലോചിച്ചൂടെ നമുക്ക്? ഭഗവാന്റെ മുന്നിൽ വെച്ച് ഒരു താലി കഴുത്തി വീണു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ ഈ വീട് അവളിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാഷ് പറയുന്നുണ്ട്, തെളിച്ച വഴിയെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നടന്ന വഴിയെ തെളിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് സുധാകര വേണ്ടതെന്ന് അച്ഛമ്മ പറയുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്